ഇന്നിതേ ഞാനും ഗുരുനനും മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഞങ്ങൾ 2-3 സ്ഥലത്ത് വലക്കാർ നമ്മൾ നേരത്തെയൊക്കെ മീൻ വരാൽ പിടിച്ച പാടമായിരുന്നു. ഈ ചാലി ഞങ്ങൾ വന്നിട്ടില്ല. ഇത്രയൊക്കെ ഞങ്ങൾ വന്നതാണ്. നേരത്തെയൊക്കെ നമുക്ക് ഇഷ്ടംപോലെ വരാൽ കിട്ടി. ഇത്തവണ അവിടെ നോക്കിയിട്ട് അവിടുത്തെ വലക്കാർക്കൊക്കെ ഒന്നും വരാറില്ല, വേറൊന്നും ഇല്ല. അത് തന്നെയല്ല 2-3 പാർട്ടി വലക്കാരും ഉണ്ട്. ആർക്കും വലുതായിട്ടൊന്നുമില്ല, ഇച്ചിരി വെള്ളക്കൂടുതലും ഉണ്ട്. നമ്മൾ ഇവിടെ വന്നു. ഇതൊരു ചെറിയൊരു മോട്ടറാണ്. ഇതിൻ്റെ അപ്പുറം ഈ റോഡിൻ്റെ അപ്പുറം ഒരു മോട്ടോറുണ്ട്. അവിടെ ഒരാൾ വല വെച്ചിരുന്നു, ഒറ്റയ്ക്ക് വന്ന ഒരാൾ. അത് ഞങ്ങൾ ഈ കാണുന്ന ചാലിലോട്ട് ഒരു വല കുത്താൻ പോകും. ഞാൻ അവിടെ നിന്ന് ഇടിച്ച് വരുന്നുണ്ട്. ഇടിച്ച് വന്നിട്ട് ഇവിടെ ഒരു വല കുത്തണം. ഇവിടെ ഒരു വല കുത്തി കേട്ടോ. ഇത് കണ്ട ഇത്രയും പോള നമ്മൾ ഇത്രയും പോളയെന്ന് എങ്ങും ഒരു സ്ഥലത്തും കുത്തുവല വെച്ച് ഇത്രയും പോളയെന്നും ചവറുമെന്ന് നമ്മൾ കയറ്റി വല കുത്തിയിട്ടില്ല. ഇത് പണ്ടത്തെ മീൻപിടുത്ത പരിപാടി. ഇത്രയും വലയുടെ ഉള്ളു നിറച്ച് പോള ഇടുക. വലയുടെ നീളത്തിന് പോള ഇട്ടുകൊണ്ട് പോള നേരെ തിക്കി നിറച്ചുകൊണ്ട് വല കുത്തി വെക്കുക. അന്നൊന്നും ഈ പുറകെ വല കുത്തി ഇടിച്ച് നനക്കലൊന്നും ഇല്ല. ഒറ്റ ഇടി ഒറ്റ തപ്പൽ നേരെ വന്ന് വല പോക്കുക. അന്ന് മീനുള്ള സമയമായിരുന്നു. കുറേയൊക്കെ പുറന്നിട്ട് പോകും. ഇനി ഈ ഉള്ളുള്ള വലയെന്ന് പറഞ്ഞാൽ ഇറക്കമുള്ള വലയെന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഇടിച്ചാലും അവിടെ നിൽക്കുന്ന മീൻ അനങ്ങത്തില്ല. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ചില വലയ്ക്കൊന്നും ഇറക്കം കാണത്തില്ല. ഒരു ഇടി ഇടിക്കുമ്പോൾ റിട്ടേൺ പോകും. ഉള്ളു അങ്ങനെയാണ് നമുക്ക് വരാൽ പുറന്നോട്ട് പോകുന്നത്. ഉള്ളു കുറവാകുന്നരുത്. അത് തന്നെ ചവറില്ലാത്തപ്പോഴും മീൻ നേരെ വരക്കകത്ത് നിന്ന് ചാടിപ്പോയി. ഇതാകുമ്പം ഉള്ള മീൻ അതിനകത്ത് നിൽക്കും. നിന്നിട്ട് അവന്മാർ പേടിക്കാതെ അതിനകത്ത് പമ്മി നിന്നോളും. അതായിരുന്നു പണ്ടത്തെ പരിപാടി. ഇങ്ങനെ ഇത്ര ഉള്ളുള്ള വലക്കകത്ത് നിറച്ച് പോള കയറ്റുന്ന പരിപാടി. ആ പരിപാടിയാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. ആ പരിപാടി ചെയ്തതല്ല, നിന്ന പോള മൊത്തം ഞങ്ങളങ്ങ് കുത്തി കയറ്റി വെച്ച് വന്നപ്പോൾ. ഇനിയിപ്പം ചെറിയ ചാല ഇത് അവിടുന്ന് ഇടിച്ച് തപ്പിയവരുക. വരാൽ കിട്ടിയെന്ന് പറയാം. പിന്നെ അപ്പുറം വിലക്കാരൻ പറഞ്ഞ് ഇന്നലെയൊക്കെ വെച്ചിട്ട് വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇത്ര ഓടി വന്നുകൊണ്ട് നമ്മളിവിടെ എന്തായാലും എന്നിട്ടും ചെമ്പല്ലിയൊക്കെ വെള്ളം എടുത്ത് കാണുന്നുണ്ട്. അനങ്ങി തപ്പി കിട്ടട്ടെ. കുറ്റി ഉണ്ടെങ്കിൽ വേറൊരു കാര്യമുണ്ട്. കുറ്റിച്ചോട്ടി ചെമ്പല്ലി കാണും. മെത്ത വിരിച്ചാണ് കിടക്കുക. പുറത്തുകൂടി നടന്നു പോക്കുകയാണ് കിടക്കുന്നത്. വലിയ ഇളക്കിയില്ല, ഉള്ളുപിടി ഇളക്കിയിടുക. ദേ ഒരു വരാൽ നിൽക്കട വരിയല്ലേ.
അങ്ങ് വലിച്ചു, അതിനുള്ള വലിച്ചു. എന്ത് നീർക്കോലി അതാ നോക്കാനൊന്നുമല്ലല്ലോ. ആകെ ഇപ്പോൾ ഒരു വല കുത്തിയിട്ടിട്ട് 3 വരാൽ ഒരു ചെമ്പല്ലിയാണ് കിട്ടിയത്. 3 വരാൽ ഒരു ചെമ്പല്ലി. ചെമ്പല്ലി ചിമുട്ടി ചെമ്പല്ലി. നമ്മളിതിൻ്റെ ചെറിയൊരു ചാലുണ്ട്. ഈ ഒരു ഒറ്റ ചാലിങ്ങനെ നേരെ അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടെ ഒരു വല കുത്തി നോക്കാൻ പോവുക. ഇവിടെ വെച്ചിട്ട് കിട്ടിയത് 3 വരാല. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കിട്ടുമ്പോൾ ഇഷ്ടം പോലെ കിട്ടും, ഇല്ലാത്തപ്പോൾ ഈ അവസ്ഥയൊക്കെ തന്നെ. പിന്നെ ഇവിടം വരെ വന്നതുകൊണ്ട് നമ്മൾ ഈ ചാല് നോക്കാം, നല്ല ചൊറിച്ചിലും ഉണ്ട്. ഇത് ഈ പായൽ താറാവ് ഇറങ്ങി മൊത്തം ചവിട്ടി ചീഞ്ഞ് കിടക്കുന്നുണ്ട്, നല്ല ചൊറിച്ചിലും ഉണ്ട്. ചൊറിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചൊറിയാനും നേരം കാണത്തുള്ളൂ. അപ്പോൾ അവിടെ എന്തായാലും ഇവിടുന്ന് 3 വരാൽ കിട്ടിയ സ്ഥിതിക്ക് അവിടുന്ന് ഒരു 3 വരാൽ കൂടി കിട്ടിയാലോ. നമ്മളിത് ഇവിടുന്ന് കുരുന്നൽ അങ്ങോട്ട് കൈക്കടിച്ചു വെച്ചിട്ട് കയറി അങ്ങോട്ട് വല വെക്കാൻ പോകും. വല വെക്കുന്നവർ കിട്ടേണ്ടത് നമുക്ക് കിട്ടും, അവർക്ക് കിട്ടേണ്ടത് അവർക്ക് കിട്ടും, അത്രയേ ഉള്ളൂ. ഇപ്പോൾ വെക്കാത്ത സ്ഥലം നോക്കി പോയി കഴിഞ്ഞാൽ നമുക്കൊരു കരയ്ക്ക് കയറി പോകാൻ വീട്ടിൽ. നമ്മളത് ഇവിടെ ആയിട്ടൊരു വല കുത്തി. കവറൊന്നുമില്ല, കുറച്ച് കഥകളൊക്കെ ഇട്ട് ഇവിടുന്ന് ചെറിയ ചാല അങ്ങോട്ട് ഈ ചാല് തപ്പാൻ പോവുക. ഇവിടെ രക്ഷയില്ല, പോയാൽ കരട കുരു. കലം കലം കലം. തുറന്നില്ല നമ്മുടെ വീര. അതിനകത്ത് എങ്ങനെ കയറാനാ മീൻ? അവിടെ അങ്ങനെ വെച്ചേക്ക് അഴി. ഇതിൻ്റെ ഉടമസ്ഥൻ വന്ന് കളപ്പി എടുത്തോളും, കാണാൻ പോയതായിരിക്കും പുള്ളി. അകത്താണ് പുറത്താണ്. അകത്തായിരുന്നെന്ന് തോന്നുന്നു. അവിടെ ഈ സൈഡ് മൊത്തം കുറ്റിയെ കിടക്കുക. ഇല്ല ഇല്ല, അവിടെ ഒരു കുറ്റിയെ ഞാൻ ഉടക്കിയിട്ടിട്ടുണ്ട്. ഇവിടെ കുറ്റി കുറവാണോ? എന്നാൽ ഇത് ആ തുമ്പൂടി പൊട്ടിച്ച് ഞാൻ ഇവിടം തൊട്ടേ പിടിച്ചു വിടും. ഇവിടം തൊട്ട് ഉടക്കി നിൽക്കുക. ഇല്ല, അവിടെയൊക്കെ ഉണ്ട്. മൂന്ന് വരാൽ പറഞ്ഞു. 3 വരാൽ കിട്ടിയില്ലതേ. ഇവിടെ വല വെക്കാൻ നേരത്ത് അവിടുന്ന് വന്നപ്പോഴേ പറഞ്ഞായിരുന്നു ഇവിടുന്ന് ഒരു 3 കറക്റ്റ് 3 വരാലുണ്ട്. ഇവിടെ 3 വരാൽ, 1 2 ചെമ്പല്ലിയുണ്ട്. കലം എടുത്ത് അപ്പുറം എങ്ങനെ വെക്കും. അത് ഇങ്ങോട്ട് വരാറുണ്ട്. വരാൽ പിടിച്ചിടോ, തുറന്നിരിക്കുകയാണോ? വേണ്ട കിടക്കുന്നുണ്ട്. ചെമ്പല്ലി നല്ല സൈസ് ചെമ്പല്ലി. കണ്ടത്തിൽ നിന്ന് പിടിക്കേണ്ടി വരുമോ? ചെമ്പല്ലി കൂടി ഇട്.
നമ്മളിത് ഇവിടെ ഒരു ചെറിയൊരു ചാലി, ഈ ചാലിലൊരു വല കുത്തി കേട്ടോ. ചാരി വത്തിട്ട് ഞാൻ അവിടെ നിന്ന് തപ്പി നോക്കാൻ പോകുക. ഇപ്പോൾ വേറെ വെക്കാൻ സ്ഥലമൊന്നുമില്ല, ഈ ഒരു ചാരി കൂടിയേ ഉള്ളൂ. ഇപ്പോൾ കല എടുക്കുന്നില്ല, കല ഇവിടെ വെച്ചിരിക്കുക. ഇപ്പോൾ ഇങ്ങോട്ടൊരു ഒഴുക്കായി. എന്താണെന്ന് അറിയത്തില്ല, ആകെ ഒരു ചാല മോട്ടറായെന്ന് പറഞ്ഞു. മോട്ടറിൻ്റെ പെട്രോളെല്ലാം തുറന്നിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. മോട്ടറിൻ്റെ പെട്ടിമുഖം തുറക്കാൻ നേരത്ത് വെള്ളം കയറി. എന്തിനാണ് വെള്ളം കയറ്റുന്നതെന്നും അറിയത്തില്ല. താറാവ് കിടപ്പുണ്ട്, ഇനി താറാങ്കാരാണോ കയറ്റുന്നതെന്നും അറിയത്തില്ല. എന്തായാലും ഇപ്പം കല വിട്ടിരിക്കുമോ. നമുക്ക് നേരത്തെ രണ്ടാമത് വെച്ച വലയ്ക്കകത്തൊരു 3 വരാലും ഒരെണ്ണം തപ്പിയെടുത്തുകൊണ്ട് 2 ചെമ്പല്ലി ഉണ്ട്. അവന്മാരെ നമ്മളിത് ഇവിടെ വെള്ളമൊക്കെ ഒഴിച്ച് റെസ്റ്റ് ചെയ്യാനിട്ടിരിക്കുക. അവിടെ കിടക്കട്ടെ, അവിടെ നിന്ന് തപ്പി വരട്ടെ. എന്തെങ്കിലും തപ്പി കിട്ടിയാൽ കണ്ടത്തിലോട്ടിടാം. കണ്ടമൊക്കെ പറ്റി കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കൊക്ക് കിടക്കുന്നതാണ്. 2 വാനം കൊക്കും ഉണ്ട്. അവിടെ കൊക്കുണ്ട്, താറാവും കിടന്നു. അന്തരീക്ഷം ഒരു മൂടല്ല. കൈ പിടിക്കും. അത്ര ചിമുട്ട് ചെമ്പല്ലി ഉണ്ട് കേട്ടോ. ആ മുട്ട കേട്ടോ. മൊത്തം കുറ്റിപ്പുറത്താ. അയ്യോ, മൊത്തത്തിൽ താറ്റിയെടുത്തു. ഇവിടെ ഒരു വര വെച്ചിട്ട് അങ്ങേയറ്റന്ന് ഇവിടം വരെ തപ്പിയിട്ട് കിട്ടി. ഇടയ്ക്ക് തപ്പിയപ്പോൾ ഒരു ചെമ്പല്ലി കിട്ടിയായിരുന്നു. വലയ്ക്കകത്ത് കയറി ഒരു വരാലാണ് കിട്ടിയത്. ഒരു വരാൽ നമ്മുടെ കയ്യിൽ നിന്ന് പുറന്നോട്ട് പോയി. 2 റൗണ്ട് പുറന്നോട്ട് പോയിട്ടും കൈ തട്ടി പുറന്നോട്ട് പോയതല്ല, മുന്നോട്ട് വന്നില്ല. കൈ കിട്ടിയതുമില്ല. അയ്യോ, ഇനി എവിടെ ഉണ്ടെന്ന് നോക്കട്ടെ. എല്ലാ അവന്മാരും പറപ്പിക്കും. പോടാം. പറന്നു. ഞങ്ങൾ അങ്ങോട്ടെല്ലാം നടന്നു നോക്കിയിട്ട് രക്ഷപ്പെടാനായിട്ടുള്ള മാർഗ്ഗങ്ങളൊന്നുമില്ല. നമ്മൾ 3 വല വെച്ചിട്ട് കിട്ടിയ 8 വരാലാണ് കിട്ടിയത്. അങ്ങനെയൊക്കെ നമുക്ക് ഈ പാടത്തു നിന്നൊക്കെ കിട്ടിയിട്ട് എന്ത് പറയാനോ. വരാൽ നമുക്ക് 2 പേര് വന്നാണേലും 500 രൂപ വെച്ചെങ്കിലും ഒക്കെ ഉണ്ട്. എന്നാലും ഇനി ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് വലിഞ്ഞിട്ട് വെള്ളത്തിൽ കിടന്ന് വലിഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ഞങ്ങൾ പോയേക്കും. മീനെ കാണിച്ചു തരാം. ഈ കിട്ടിയതിൽ ഒരെണ്ണം കണ്ടുള്ളൂ നല്ല സൈസ് വരാൽ. പിന്നെ കിട്ടിയ ചെമ്പല്ലി നല്ല ചിമിട്ടി ചെമ്പല്ലി. അത് 3-4 ചെമ്പല്ലി ഉള്ളൂ. പക്ഷേ ആ ഉള്ള ചെമ്പല്ലി നല്ല സൈസ് ചെമ്പല്ലിയാണ്. നമുക്കാകെ കിട്ടിയ വരാലായത്. അപ്പം ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.